ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഏക ദൃക്സാക്ഷി, അതായത് വരുണിൻ്റെയും പുളിക്കൻ്റെയും ഒക്കെ കൊലപാതകത്തിന് പിന്നിലുള്ള ഏക ഒരു ദൃക്സാക്ഷിയാണ് നമ്മുടെ അനിയൻകുട്ടൻ. അപ്പോൾ അനിയൻകുട്ടനെ എങ്ങനെയെങ്കിലും വകവരുത്താനുള്ള പരിശ്രമത്തിലാണ് ചന്ദ്രശേഖരനും അതുപോലെ തന്നെ ശ്രീകാന്തും. അനിയൻകുട്ടൻ എവിടെയാണെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ വേദയുടെയും വിക്രമിൻ്റെയും ആ ഒരു പഴയ കല്യാണ വീഡിയോ നമുക്ക് വൈറലാക്കണം. അങ്ങനെ അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാതിരിക്കില്ല എന്നൊക്കെയുള്ള ആ ഒരു കുതന്ത്രമായ ചിന്തകളിലൂടെ കടന്നു പോകുകയാണ് കേട്ടോ രണ്ടുപേരും. ഇതേ സമയത്ത് നമ്മുടെ ഗബ്രിയേൽ അച്ഛനാണെങ്കിൽ ഉറപ്പ് നൽകുകയാണ് അനിയൻകുട്ടൻ്റെ അസുഖം പൂർണ്ണമായും ഭേദമാകുമെന്നും അനിയൻകുട്ടനാണെങ്കിൽ പഴയ ഓർമ്മകളിലേക്ക് തിരികെ എത്തുമെന്നും അവർക്ക് പൂർണ്ണ ഉറപ്പ് നൽകുകയാണ്. അങ്ങനെ വേദയും വിക്രമും വളരെ സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ അനിയൻകുട്ടനെ ഓരോ ദിവസവും പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൗൺസിലിംഗ് ചെയ്യുകയും പ്രാർത്ഥന ചൊല്ലുകയും ഒക്കെ ചെയ്ത് അനിയൻകുട്ടൻ്റെ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ പതിയെ പതിയെ വന്നു തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ഡോക്ടറിൻ്റെ സാന്നിധ്യത്തിൽ, ഡോക്ടറിൻ്റെ പരിശോധനയിലും ഡോക്ടറിൻ്റെ ആ ഒരു കൗൺസിലിങ്ങിലൂടെയും ഒക്കെ തന്നെ നമ്മുടെ അനിയൻകുട്ടൻ്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമാകുകയാണ് കേട്ടോ. അങ്ങനെ അനിയൻകുട്ടൻ നമ്മുടെ വിക്രത്തിനെയും വേദേനെയും ഒക്കെ തിരിച്ചറിയുകയും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ പറയുന്നുണ്ട് അനിയൻകുട്ടൻ, ഞാനിവിടേക്ക് വന്നപ്പോൾ പുളിക്കനെ കുത്തിക്കൊല്ലുന്നത് ഞാൻ കണ്ടത്, ചോര വാർന്ന് കിടക്കുന്ന പുളിക്കനെയാണ് ഞാൻ കണ്ടത്. ഞാൻ പോകും വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, പുളിക്കന് നല്ല കുറ്റബോധവും ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ തിരികെ വന്നപ്പോൾ കണ്ടത് ചലനം മറ്റു കിടക്കുന്ന, രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന പുളിക്കനെയാണ്. ആ പുളിക്കനെ കൊന്ന ആ ആൾക്കാർ ആരെന്നറിയാമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അത് മറ്റാരുമല്ല, വേദയുടെ ഏട്ടനും അതുപോലെ തന്നെ ആ ചന്ദ്രശേഖരനും കൂടിയാണ് പുളിക്കൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാർ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വേദയുടെ ഹൃദയം തകർന്നു പോവുകയാണേ. കാരണം തൻ്റെ ഏട്ടനാണ് ഇതൊക്കെ ചെയ്തെന്ന് അറിയുമ്പോൾ വേദയുടെ ഉള്ളു പിടയാണ് കേട്ടോ. കാരണം തൻ്റെ ചോരയല്ലേ. അതുകൊണ്ട് തന്നെ ഇത്രയ്ക്കും ക്രൂരമായിട്ട് ഏട്ടൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു? ആ ഒരു പഴയ ഏട്ടൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നെ കൊണ്ടു നടന്നതും എന്നെ കളിപ്പിച്ചതും എനിക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി തന്നതും കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു തന്നതും മിഠായി വാങ്ങിച്ചു തന്നതും എന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ അച്ഛൻ്റെ ഒപ്പം വന്നതും എല്ലാം എൻ്റെ സ്നേഹനിധിയായ ഏട്ടനായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഏട്ടൻ കൊലപാതകം ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വേദ ആകെ തകർന്നു പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കിയിട്ട് എനിക്കും ഇതിന് പിന്നിൽ ശ്രീകാന്തും ആ ചന്ദ്രശേഖരനും ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അത് അനിയൻകുട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കണമെന്ന് മാത്രം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് വിക്രം പറഞ്ഞിട്ട്, താൻ വിഷമിക്കേണ്ട, തൻ്റെ ഏട്ടൻ ഒരു തെറ്റ് ചെയ്തു. അത് എന്തായാലും തെറ്റുകളിലൂടെ തന്നെയാണ് തൻ്റെ ഏട്ടൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചോരയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെയാണ് തൻ്റെ ഏട്ടൻ്റെ ഇപ്പം മുൻപോട്ടുള്ള ജീവിതം. ഇനി അടുത്ത ലക്ഷ്യം ഞാനായിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അതായത് സങ്കടത്തോടു കൂടി നോക്കാൻ കേട്ടോ. അപ്പോൾ അനിയൻകുട്ടനും പറയുന്നുണ്ട്, ഇല്ല അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. നിൻ്റെ ജീവനൊരു അപകടം പറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ജീവൻ ഞാൻ അവർക്ക് കൊടുക്കാം, പക്ഷേ നിന്നെ രക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അനിയൻകുട്ടനെ ചേർത്ത് പിടിക്കുകയാണ് വിക്രം. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ഇല്ല, വിക്രത്തിനെ ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അതിൻ്റെ ഏട്ടനായാലും മരണത്തിനായാലും ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇത്രയും നാളും സംരക്ഷിക്കാമെങ്കിൽ ഇനിയും എനിക്ക് വിക്രത്തിനെ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ സംരക്ഷിക്കാൻ കഴിയും. അതിന് അനിയൻകുട്ടൻ മാത്രമേ അതിന് എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ വേദയോട് അനിയൻകുട്ടൻ പറയുന്നുണ്ട്, വേദ, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഇവിടെ വേണമെങ്കിലും നടന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഇനി എനിക്ക് എൻ്റെ ജീവനെ പോലും പേടിയില്ല. കാരണം വിക്രം ശിക്ഷിക്കപ്പെടരുത്. വിക്രം ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടരുത്. അവൻ ഈ ഭൂമിയിൽ ഉണ്ടാവണം. അതെനിക്ക് നിർബന്ധം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് എങ്ങനെയെങ്കിലും അവർ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കും. അതിന് മുന്നേ തന്നെ നമുക്ക് നാട്ടിലേക്ക് എത്തണം. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് കൊണ്ടുപോകുകയും വേണം. കോടതിയിൽ കേസ് തെളിയിക്കാനുള്ള എല്ലാ വഴികളും നമുക്ക് നോക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ വിളിക്കാൻ കേട്ടോ. അതിനെ വിളിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടെന്നും അതുപോലെ തന്നെ അന്ന് അവിടെ നടന്ന സംഭവ വികാസങ്ങളെല്ലാം പറയണം. അനിയൻകുട്ടൻ ആ ഒരു കൊലപാതകം കണ്ടതും പേടിച്ച് വിറച്ചു നിന്നതും അതുപോലെ തന്നെ അനിയൻകുട്ടൻ്റെ ആ ഒരു മാനസിക നില തെറ്റിയതും ഇപ്പോൾ തിരികെ വന്നപ്പോൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞതും അങ്ങനെ എല്ലാമുള്ള കാര്യങ്ങൾ വേദ തുറന്നു പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ദർശന ആകെ ഒരു വെപ്രാളവും പേടിയും സങ്കടവും ഒക്കെ വരികയാണ്. കാരണം തൻ്റെ ബ്രദറിൻലോ അല്ലേ, അതുപോലെ തന്നെ തൻ്റെ അച്ഛനും ഈ ഒരു കേസിൽ സംബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദർശനാകെ സങ്കടം സഹിക്കാൻ വയ്യാതിരിക്കാൻ കേട്ടോ. ഈ സമയത്ത് വേദ പറയുന്നുണ്ട്, ദർശ, നിന്നോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞത്. ഒരിക്കലും നീ ഇത് ദുരുപയോഗം ചെയ്യരുത്. കാരണം ഞങ്ങളിവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഏട്ടനോ അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ അങ്ങളോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ നിമിഷം തന്നെ ഇവിടെ എത്തുകയും വിക്രമിനെ കൊലപ്പെടുത്തുകയും അനിയൻകുട്ടൻ്റെ ജീവനും അതൊക്കെ അപകടമാണ്. അതുകൊണ്ട്
ദർശൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ അതിൻ്റെ സീരിയസ്നെസ്സിൽ എടുക്കണം എന്ന് പറയുമ്പോൾ ദർശൻ പറയുന്നുണ്ട്, വേദ കുഞ്ഞുനാൾ മുതൽ എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും നന്നായിട്ടറിയാം. നിനക്കറിയാമല്ലോ, അനീതിക്കെതിരായിട്ട് പോരാടുന്ന ഒരാളാണ് ഞാൻ. അനീതി എവിടെ കണ്ടാലും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന് കുടുംബക്കാരായാലും കൂട്ടക്കാരായാലും അച്ഛനായാലും അമ്മയായാലും ഭാര്യയായാലും ആരായാലും തെറ്റ് ചെയ്തൊരു ശിക്ഷിക്കപ്പെടണം എന്ന ഒരു വാദം ഉന്നയിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഏട്ടനെയോ അല്ലെങ്കിൽ അച്ഛനെയോ ഒന്നും ഞാൻ ന്യായീകരിക്കാൻ വരില്ല. അവർ ചെയ്ത തെറ്റുകൾക്ക് അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഇനിയും അവർ വെളിയിൽ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുകയാണെങ്കിൽ പലരുടെയും ജീവന് ആപത്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ആ ദർശൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വേദയ്ക്ക് ഒരു വിശ്വാസവും ഒരു സന്തോഷം ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദർശനാണെങ്കിൽ കോടതിയിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാനേ, അതായത് സാക്ഷിയെ വിസ്തരിക്കാനുള്ളതും കേസ് കൊടുത്തതിൻ്റെ ആ ഒരു ഇതെല്ലാം ചെയ്ത് ഏർപ്പാടാക്കാൻ കേട്ടോ. അങ്ങനെ കേസിൻ്റെ വിധി പറയുന്ന ദിവസം എത്തുകയാണ് കേട്ടോ. അങ്ങനെ സാക്ഷി ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം ആ ഒരു ദിവസമായിരിക്കും പിന്നെ കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് ദീപ്തിയാണെങ്കിലും ദർശനോട് ചെന്നിട്ട് വേദേച്ചിയൊക്കെ എവിടെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എനിക്കറിയാം, പക്ഷേ മോളിപ്പോൾ അതൊന്നും അറിയണ്ട. കാരണം അവർ മറിഞ്ഞിരിക്കുന്ന സ്ഥലം എത്രത്തോളം ആരും അറിയാതിരിക്കുന്നു അത്രത്തോളം അവർക്ക് സേഫാണ്. ഓരോരുത്തർ അറിയും തോറും അത് മറ്റുള്ള ചെവികളിലേക്ക് എത്തും എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, ഞാൻ ആരോടും പറയില്ല, അവർ സേഫാണോ ചേച്ചിയും ചേട്ടനും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ സേഫാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ യഥാർത്ഥ കൊലയാളിയെ പുളിക്കനെ കൊന്ന യഥാർത്ഥ കൊലയാളിയെ നമ്മുടെ അനിയൻകുട്ടൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിക്രമല്ല എന്നുള്ളത് തെളിയിക്കാൻ നമുക്ക് അധികം ഇതൊന്നും വേണ്ടാന്ന് പറയുമ്പം അപ്പോൾ വരുണിനെ കൊന്നവരോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വരുണിനെ കൊന്നതും ഇതിന് പിന്നിലുള്ളവർ തന്നെയാണെന്നാണ് സംശയം. അത് പിന്നീടുള്ള കേസാണ്. ഇപ്പോഴത്തെ കേസ് വിക്രമാണോ ഇതിന് പിന്നിൽ എന്നുള്ളതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് ദീപ്തിയാണെങ്കിലും അറിയുന്നില്ലല്ലോ ഇതൊന്നും. അപ്പോൾ ദീപ്തിക്ക് എത്രയും പെട്ടെന്ന് തൻ്റെ വരുണിനെ കൊന്ന ആളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ദീപ്തി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ജീവൻ അവസാനിപ്പിക്കണം എന്നൊക്കെ ആ ഒരു ചിന്തയായിരിക്കും ദീപ്തിയുടെ മനസ്സിൽ. കാരണം വരുണിനെ മറക്കാനോ വരുണുമായിട്ടുള്ള ഒപ്പമുള്ള ആ ഒരു നിമിഷങ്ങൾ മറക്കാനോ ദീപ്തിക്ക് ആവുന്നില്ല. അങ്ങനെ വരുൺ സ്വപ്നത്തിൽ വന്ന് പറയുന്നത് പോലെയൊക്കെ ദീപ്തിക്ക് തോന്നുകയാണ് കേട്ടോ, എന്നെ നിന്നിൽ നിന്നും പറിച്ചവരെ നീ പറിച്ചു മാറ്റണമെന്നും അതുപോലെ തന്നെ അവർ ഈ ഭൂമിയിൽ ഉണ്ടാവരുതെന്നും എൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നില്ല എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വരുൺ പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, കോടതി അവർക്ക് എന്ത് ശിക്ഷ കൊടുത്തോട്ടെ, പക്ഷേ അവരിനുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും, ഞാൻ തന്നെ അവർക്കുള്ള വിധി എഴുതും, അല്ലെങ്കിൽ അച്ഛൻ തന്നെ അതിനെല്ലാം വിധി എഴുതും, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ ചെയ്തില്ലെങ്കിൽ അച്ഛൻ അത് ചെയ്യും എൻ്റെ വരുണിന് വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ദീപ്തി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അച്ഛനാണെങ്കിൽ പത്മത്തിനോട് പറയുന്നുണ്ട്, ഇനിയും അവനെ വളരാൻ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് അവൻ നോക്കി നടത്തുന്ന ആ ഒരു കമ്പനികളും കാര്യങ്ങളും എല്ലാം തന്നെ വേദയ്ക്ക് അവകാശപ്പെട്ടതായതുകൊണ്ട് തന്നെ അവൻ്റെ പാർട്ട്ണർഷിപ്പ് അവിടെ നിന്ന് അവസാനിപ്പിക്കുകയും വേദയ്ക്ക് മൊത്തമായിട്ട് അത് തീരെഴുതാനും ഞാൻ തീരുമാനിക്കുകയാണ്. അതൊന്നും അവൻ അറിയണ്ട, കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം അവൻ അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഈ സ്വന്തം അച്ഛനെ പോലും അവൻ കൊല്ലാൻ പഠിക്കും എന്നൊക്കെ പറയുമ്പോൾ പത്മം പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയാതെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി എന്നുള്ളത് ശരി തന്നെയാണ്, അതിന് വളം വെച്ച് കൊടുക്കാൻ നമ്മൾ നിന്നിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി അതൊന്നും പറയണ്ട, അവൻ അത്രയ്ക്ക് ക്രൂരനൊന്നുമല്ല, അവൻ ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ വേദ പറഞ്ഞതുപോലെ സ്വത്തുക്കളുടെ പേരിലും നമുക്കുള്ള സ്വത്തുക്കൾ അവനും കൊടുത്തേക്കാം, നമുക്ക് ഒരേ ഒരു ആന്തരിയല്ലേ ഉള്ളൂ, അവനെ അങ്ങനെ പിണക്കണ്ട, അവനെ നിരാശപ്പെടുത്തണ്ട എന്ന് പറയുമ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, താൻ എന്ത് വർത്താനോടോ പറയുന്നത്, അങ്ങനെ എല്ലാ സ്വത്തുക്കളും അവന് കൊടുത്തിട്ട് നമ്മൾ അവൻ്റെ കീഴിൽ നിൽക്കണമെന്നാണോ പറയുന്നത്, അവൻ്റെ പൊടിയും തട്ടി അവൻ പോകും എന്നൊക്കെ പറയുമ്പോൾ അല്ല, പിന്നെ അവനെ നമ്മളിൽ നിന്ന് അകറ്റി മാറ്റാൻ അതെനിക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും പ്രയാസമുണ്ട്, പക്ഷേ അവൻ്റെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കണ്ടേ, അതിന് കുറച്ച് കടന്ന കൈകളൊക്കെ വേണ്ടി വരും എന്നൊക്കെ പറയാനോട്ടോ. അപ്പോൾ നമ്മുടെ പത്മ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു പേടി, കാരണം അനിയൻകുട്ടൻ സത്യങ്ങൾ പറയുമ്പോൾ അതിലെവിടെയെങ്കിലും നമ്മുടെ മകനും ഉണ്ടാകുമോ എന്നെനിക്കൊരു ഭയമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വേദയുടെ അച്ഛൻ പറയുന്നുണ്ട്, ആ ഭയം എനിക്കുമില്ലാതില്ല, പക്ഷേ അവൻ അത്രയ്ക്കങ്ങ് തരം താഴുമോ, അവന് അത്രയ്ക്കങ്ങ് ഒരു ഭീകരനാകുമോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അവൻ അതൊന്നും ചെയ്യില്ല എന്നാണ് ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത്. നമുക്ക് ഏതായാലും കാത്തിരിക്കാം, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്തായാലും ഈ വയസ്സാം കാലത്ത് കുറേയധികം കാര്യങ്ങൾ കൊണ്ട് മനസ്സ് ബുദ്ധിമുട്ടിപ്പിക്കാനാണല്ലോ എൻ്റെ വിധി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ പത്മത്തിനെയും ഭർത്താവിനെയും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷയാണെങ്കിൽ ചെന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ കൊലപാതകങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ
ശ്രീകാന്ത് പറയണം, നീ എന്തൊക്കെ ഈ പറയുന്നത്? കൊലപാതകം ചെയ്യാനോ? ഞാനോ? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? വേദയും വേദയുടെ ഭർത്താവും തമ്മിൽ തെറ്റിപ്പിരിയാനും പിന്നെ അതുപോലെ തന്നെ ആ സ്വത്തുക്കളൊക്കെ നമ്മുടെ മകന് കിട്ടാനും വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ പോരാടുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പൊടിക്കൈകൾ ഞാൻ ചെയ്യുന്നു എന്നല്ലാതെ ഒരാളെ കൊല്ലാനൊക്കെ എനിക്കാകുമോ? അതൊക്കെ സാധിക്കുന്ന കാര്യമാണ്. നീ എന്താ വർഷം ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? എന്തോ ഒരു കാര്യമില്ലാതെ നീ ഇങ്ങനെയൊക്കെ ചോദിക്കില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അല്ല നിങ്ങളുടെ പെരുമാറ്റവും സംസാരവും പിന്നെ അച്ഛനുമായിട്ടുള്ള സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ആ പുളിക്കനെ കൊന്ന കൊലയാളിയെ അനിയൻകുട്ടൻ കണ്ടിട്ടുണ്ടെന്നും അതുപോലെ തന്നെ അനിയൻകുട്ടൻ്റെ ബോധം തിരിച്ചു വന്നാൽ ആ കൊലയാളിയുടെ പേര് പറയും എന്നൊക്കെയാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലായിക. നിങ്ങളൊന്നും അല്ലല്ലോ അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ വാക്ക് തരുന്നു, ഞാൻ അതിലൊന്നും പോയി പെട്ടിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഒരാളെ കൊല്ലാനൊക്കെ എന്നെ കൊണ്ടാകുമോ? എനിക്കൊരു ഭാര്യയും കുഞ്ഞും ഒക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോപ്പിംഗ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷം അതൊക്കെ വിശ്വസിച്ച് പിന്നെ റൂമിലേക്ക് പോകുകയാണ്. ഈ സമയത്ത് ചന്ദ്രശേഖറിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ ശ്രീകാന്ത്. എന്നിട്ട് പറയുന്നുണ്ട്, അനിയൻകുട്ടന് ബോധം തിരിച്ചു വന്നാൽ പിന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് അറിയാലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കണം, എത്രയും പെട്ടെന്ന് അനിയൻകുട്ടൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവർ ഇങ്ങനെ റീൽസൊക്കെ എല്ലായിടത്തും വൈറലൊക്കെ ആകുന്നുണ്ട്. അങ്ങനെ ജോബിയും അതുപോലെ തന്നെ അവിടെയുള്ള അവിടെ ഒരു സഹായിക്കാൻ വന്ന ചേച്ചിയുടെ ഹസ്ബൻഡൊക്കെ ആ റീൽസൊക്കെ കണ്ടിട്ട്, ആഹാ കൊള്ളാലോ, നിങ്ങളുടെ കല്യാണമൊക്കെ ഇപ്പോൾ വമ്പൻ വൈറലാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അതിന് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒത്തിരി കമൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് വേദവക്കീലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. മോള് വക്കീലായിരുന്നോ? അല്ല ചേച്ചി, വക്കീൽ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു, കുറച്ച് പഠിച്ചതുവാ, പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെച്ചത്. അതേ കുറേ കമൻസ് വന്നിട്ടുണ്ട്. ഇവരിപ്പോൾ എവിടെയാണെന്നോ ഒക്കെ ചോദിച്ചിട്ടൊക്കെ. ഞാനും ഇടട്ടെ, നിങ്ങളിപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടെന്ന്, നിങ്ങളുടെ കൂട്ടത്തിലൊരു സെൽഫി എടുത്തിട്ട് ഞാൻ ഇടട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേദ പറഞ്ഞ, അതൊന്നും വേണ്ട ചേച്ചി, അതൊന്നും വേണ്ട. അല്ല ഇതിപ്പോൾ ആരാ ഇതൊക്കെ ഇട്ടേക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ആ ഒരു ID തപ്പിയെടുക്കുമ്പോൾ അത് മറ്റാരും ആയിരിക്കില്ല, ശ്രീകാന്ത് ആയിരിക്കും കേട്ടോ. അങ്ങനെ അവർ അപകടം മണത്തറിയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇതൊക്കെ കള്ളക്കളികളാണ്, നമ്മൾ എവിടെയുണ്ടെന്ന് അറിയാനുള്ള കള്ളക്കളികളാണ്, നമ്മൾ പിടികൊടുക്കരുത്, വരുന്ന കമൻസ് അപ്പോഴേ റിമൂവ് ചെയ്യണം, അതേ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് തപ്പിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വേദയും വിക്രമും ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലം തപ്പിപ്പിടിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ ചന്ദ്രശേഖരനും കുറേ ഗുണ്ടകളും ഒക്കെ ആയിട്ട് ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങനെ ഇവർ തന്നെയാണ് അവിടെ താമസിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവിടെ ഒളിഞ്ഞിരുന്ന് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മുറ്റത്ത് അനിയൻകുട്ടനിരുന്ന് നമ്മുടെ വിക്രത്തിനോട് സംസാരിക്കുന്നതൊക്കെ കാണുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രശേഖരനോട് ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൻ്റെ എല്ലാ സുഖേടും മാറിയെന്ന് തോന്നുന്നത്, അവനിവിടുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദ അതിനുള്ള നീക്കങ്ങളൊക്കെ നടത്തത്തില്ലായിരുന്നോ? ഇതിപ്പോൾ അവൻ്റെ ബോധമൊന്നും തിരികെ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒന്നെങ്കിൽ അവനെ പേടിപ്പിച്ച് നിർത്തണം, അല്ലെങ്കിൽ അവൻ്റെ കഥ അങ്ങ് കഴിക്കണം എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, കഥ കഴിക്കുന്നതായിരിക്കും ബുദ്ധി, പിന്നെ നമുക്ക് അവനെ പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവരെ കൊല്ലാനുള്ള ആ ഒരു തീരുമാനമൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഒരേ ഒരു തെളിവെല്ലാം അവശേഷിക്കുന്ന അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ കാൽച്ചുവട്ടിൽ എത്തിക്കോളും. പിന്നെ വിക്രം മാത്രമായിരിക്കും ഇതിനെല്ലാം ഉത്തരവാദി. അങ്ങനെ വിക്രമിനെ ജയിലിലും ആക്കാൻ നമുക്ക്, നമ്മുടെ കൈ നനയില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ ചർച്ചകൾക്കെല്ലാം ശേഷം പിന്നീട് കാണിക്കുന്നത് അവിടേക്ക് ശ്രീകാന്തും ഗുണ്ടകളും എല്ലാവരും കൂടെ ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമിനെ വകവരുത്താനായിരിക്കും, അതായത് അനിയൻകുട്ടനെ വകവരുത്താൻ പോകുമ്പോൾ അനിയൻകുട്ടൻ ഒച്ച വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിക്രം എത്തുന്നുണ്ട്. അങ്ങനെ വിക്രം അതിനെ തടയുമ്പോൾ വിക്രമിനെ കുത്തിക്കൊല്ലാൻ വേണ്ടി നോക്കാനുണ്ട് നമ്മുടെ ശ്രീകാന്ത്. പെട്ടെന്ന് തന്നെ വേദയാണെങ്കിൽ ആ കത്തി പിടിച്ചും വാങ്ങിച്ച് വേദ ശ്രീകാന്തിൻ്റെ വയറ്റിലേക്ക് കുത്തി ഇറക്കുകയാണ് കേട്ടോ ആ കത്തി. പെട്ടെന്ന് ഒരു നിമിഷം വേദ തൻ്റെ സഹോദരനാണെന്നും തൻ്റെ രക്തമാണെന്നും ഒക്കെയുള്ള കാര്യം അങ്ങ് മറന്നു പോവുകയാണ്. കാരണം തൻ്റെ പ്രാണനായ തൻ്റെ ജീവൻ്റെ പാതിയായ വിക്രമിന് ഒരു അപകടം സംഭവിക്കുമോ അല്ലെങ്കിൽ വിക്രം എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് ഭയന്ന് പെട്ടെന്ന് വേദ ആ കത്തി പിടിച്ച് നമ്മുടെ വിക്രമിട്ട് തന്നെ കുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രീകാന്തിനിട്ട് കുത്തുകയാണേ. അങ്ങനെ ശ്രീകാന്ത് പെട്ടെന്ന് അവിടെ കിടന്ന് പൊളയുകയാണ് കേട്ടോ. ശേഷം അത് കാണുമ്പോൾ ചന്ദ്രശേഖരനും അതുപോലെ തന്നെ ഗുണ്ടകളും എല്ലാം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ വേദയ്ക്ക് മനസ്സ് പറഞ്ഞില്ല, തൻ്റെ ഏട്ടനല്ലേ, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ ജീവൻ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ വേദനെ ജയിലിലാക്കാൻ വേണ്ടി ശ്രീകാന്ത് ഇതാക്കുകയാണ് കേട്ടോ. പക്ഷെ അതിന് മുന്നേ തന്നെ കേസിൽ വിധി വരികയാണ്. നമ്മുടെ വിക്രമല്ല കേസിൽ
ഇൻവോൾവഡ് ആയിരിക്കുന്നതെന്നും അതുപോലെ തന്നെ അത് വിക്രം തെറ്റുകാരനല്ലാണെന്നും കോടതി പറയാൻ കേട്ടോ. അങ്ങനെ അന്വേഷണം ശ്രീകാന്തിൻ്റെ വഴിയിലേക്ക് തന്നെ ചെല്ലാൻ കേട്ടോ. മറ്റാരാണ് ഇതിനെല്ലാം പിന്നിലെന്ന് അന്വേഷിച്ച് ശ്രീകാന്തിൻ്റെ ഇതിലേക്ക് തന്നെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ശ്രീകാന്തിന് സുഖം പ്രാപിക്കുമ്പോൾ ശ്രീകാന്തിനെ വിചാരണയ്ക്ക് കൊണ്ടുവരാനും ഒക്കെ കോടതി ഉത്തരവിടുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണൻ സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ കേട്ടോ. അതായത് ശ്രീകാന്ത് ചെയ്തു പോയ ചെറ്റത്തരങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ സ്വത്തുക്കളെല്ലാം തന്നെ വേദയ്ക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രശേഖരൻ വന്നിട്ട് പറയുന്നുണ്ട് അതിപ്പോഴും നടക്കില്ല, എന്തായാലും അവനെ കുത്തി കൊല്ലാൻ നോക്കിയതല്ലേ നിങ്ങളുടെ മോള്, അപ്പോൾ അവൻ തിരിച്ച് എല്ലാ ആരോഗ്യത്തോടും തിരിച്ച് വരട്ടെ, സുഖം പ്രാപിച്ച് വരട്ടെ, എന്നിട്ട് മതി വിൽപ്പത്രം തയ്യാറാക്കലും എല്ലാം, അല്ലെങ്കിൽ അത് അവനോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. എന്തായാലും എൻ്റെ ഒരു പൊടിക്കുഞ്ഞുണ്ടെന്ന് പോലും നിങ്ങളാരും ഓർത്തില്ലല്ലോ, അവളെ ഓർത്തില്ല, എന്നിട്ട് അവളെ പുന്നാരി ചടുക വെച്ചിരിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ പത്മം പറയുന്നുണ്ട് അത് പിന്നെ അവളുടെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ അവൻ എത്ര കൊല ചെയ്തു, എല്ലാം നിങ്ങളോടൊപ്പമല്ലേ ചെയ്തത്, അവളുടെ ഭർത്താവിനെ കൊല്ലാൻ നോക്കുകയും അവളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴല്ലേ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവളത് ചെയ്തത്, അവൾക്കതിന് നല്ല കുറ്റബോധം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി കുറ്റബോധം ഉണ്ടെന്ന്, അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ചോദിക്കുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് അവൻ അങ്ങനെ സംഭവിച്ചെങ്കിൽ അവൻ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അത്ര തന്നെ. അല്ല നിങ്ങളെന്തിനാ ഇവിടെ വന്ന് ചിലക്കാൻ നിൽക്കുന്നത്, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഇനി എൻ്റെ വീടിൻ്റെ പടി ചവിട്ടി പോയേക്കല്ലേ, സ്വത്തുക്കൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, മകനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ മകനെ കണ്ടിട്ട് മിണ്ടാതെ പോയിക്കണം, ഇവിടെ കൂടുതൽ ഭരണം ഇറക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാനുണ്ടോ. അങ്ങനെ ചന്ദ്രശേഖരൻ അങ്ങ് കലി വരികയാണ്. അങ്ങനെ മടുത്തിട്ട് ചന്ദ്രശേഖരൻ പിന്നെ ഇറങ്ങി പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ.